പാഠം 4 അതിഥി ദേവോ ഭവ. രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ടല്ലോ ബഹളം. ഇനി എന്തിനാണോ എന്തോ. എന്താ മോനട്ടാ? നീ എന്താ എന്റെ ഷർട്ട് മുണ്ട് തേക്കത്തെ? മണി 8 ആയുള്ളൂ, ഇപ്പോഴേ ഷർട്ട് മുണ്ട് തേക്കുന്ന എന്തിനാ? കൊള്ളാം. ഞാൻ ഇന്നലെ വൈകിട്ട് ആഫീസിൽ നിന്ന് വന്നപ്പോഴേ നിന്നോട് പറഞ്ഞതാ എനിക്ക് ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ പോകണമെന്ന്. PWDയിലെ ജോസഫ് സാറിന്റെ സ്ഥലം മറന്നു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണെന്ന്. അപ്പോ നീ എല്ലാം തലയാട്ടി സമ്മതിച്ചു. ഇപ്പൊ സമയം 8 ആയി. എനിക്ക് 8:30 പുറപ്പെടണ്ടേ? ഞാനത് മറന്നുപോയി മോനട്ടാ. രാവിലെ മോഹനേട്ടൻ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാറുന്നില്ലേ? ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറന്നുപോയാ പിന്നെ എങ്ങനെയാണ്? ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കുന്നതിനേക്കാൾ വലിയ എന്ത് കാര്യം നിനക്ക് ഓർക്കാനുള്ളത്? വേറെ ഒരർത്ഥമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ നിൽക്കല്ലേ. മോഹനേട്ടൻ എല്ലാ ദിവസവും കൃത്യസമയത്ത് ഷർട്ട് മുണ്ട് തയ്ച്ചു വരുന്നു ഞാനല്ലേ. ഇന്ന് മോഹനേട്ടൻ നേരത്തെ പോകണമെന്നുണ്ടെങ്കിൽ അത് എന്നെക്കാട്ടിൽ ഓർത്തിരിക്കേണ്ടത് മോഹനേട്ടനല്ലായിരുന്നോ? രാവിലെ പത്രത്തിലേക്ക് തലയും കുത്തി കിടക്കാൻ തുടങ്ങിയിട്ട് നേരം എത്രയായിരുന്നു? അതിനിടയിൽ മോഹനേട്ടൻ എന്നെ ഒന്ന് ഓർമ്മിച്ചൂടായിരുന്നോ? ഞാൻ ചായയായിട്ട് മോഹനേട്ടൻ്റെ അടുത്ത് വന്നത്. അപ്പൊ മോഹനേട്ടൻ പറഞ്ഞു, ഉത്തര കൊറിയയിലെ ഹൈഡ്രജൻ ബോംബ് ഭയങ്കര പ്രശ്നമാണെന്ന്. വല്ലവരുടെ ഹൈഡ്രജൻ ബോംബിനെ പറ്റി വിവരിക്കുന്നതിന്റെ പകുതി പാടല്ലേ ഉണ്ടായിരുന്നുള്ളൂ മോഹനേട്ടൻ ഇന്ന് നേരത്തെ പോണം എന്നുള്ള കാര്യം പറയാൻ. എന്നിട്ട് ഇപ്പൊ കൃത്യസമയമായപ്പോഴേക്കും ഓടി വന്ന് എന്റെ ഷർട്ട് മുണ്ട് തേച്ചില്ലെന്ന് പറയുന്നു. ഒരു തെറ്റ് പറ്റിയാൽ സമ്മതിക്കാൻ പഠിക്കണം. ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? നിന്റെ മറവി. എന്റെ കാര്യങ്ങൾ നീ മറന്നു പോകുന്നു. അതങ്ങ് സമ്മതിക്കുന്നതിന് പകരം എന്റെ നേരെ മെക്കിടാ പഠിക്ക. എന്റെ തെറ്റ്, എന്റെ മറവി. എനിക്കിന്ന് എത്ര മണിക്ക് ഓഫീസിൽ പോകേണ്ടത്? നിനക്ക് എവിടെ പോകുന്നു ഞാൻ എങ്ങനെ അറിയാനാ? എനിക്കെന്നറിയാം. അതാണ് കാര്യം. എനിക്കിന്ന് രാവിലെ 9:30 ആകുമ്പോഴേക്കും കോടതിയിൽ പോകണമെന്ന് ഇന്നലെ ഞാൻ മോഹനേട്ടനോട് പറഞ്ഞിരുന്നു. അത് പക്ഷെ മോഹനേട്ടൻ ഓർമ്മയില്ല. ചുരുക്കി പറഞ്ഞ ഞാൻ പറയുന്നത് മോഹനേട്ടൻ മറന്നാലും കുഴപ്പമില്ല, മോഹനേട്ടൻ പറയുന്നതല്ല ഞാൻ അണുവിടെ തെറ്റാതെ ഓർത്തിരിക്കണം, അല്ലേ? ആ പരിപാടി നടക്കൂല മോനേട്ടാ. ഞാനേ ഷർട്ട് മുടി തേച്ചിട്ട് പ്രശ്നം ഉണ്ടാവുന്നില്ല. ഒന്നെങ്കിലും മോഹനേട്ടൻ തനിയെ തേച്ചിട്ട് പോവുക, അല്ലെങ്കിൽ ഇത് തേക്കാതെ ഇങ്ങോട്ടോട് പോയാൽ മതി. അത്രയ്ക്കും ആളായ കൊള്ളൂലല്ലോ. ഇങ്ങനെയാണോ ഒരു വീട്ടിൽ താമസിക്കുന്ന രണ്ടുപേര് തമ്മിൽ പെരുമാറേണ്ടത്? ഞാൻ വളരെ തിരക്കുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് നിനക്കറിയാലോ. അപ്പോ വീട്ടിലെ എന്റെ കാര്യങ്ങൾ സഹായിക്കേണ്ടത് നിന്റെ കൂടെ ചുമതലയല്ലേ? ഇത്രയും കാലം ഞാനല്ലേ സഹായിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ അലക്കി തേക്കാത്ത ഷർട്ട് മുണ്ട് ഇട്ടുകൊണ്ട് മോഹനേട്ടൻ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഇല്ല. കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് അതെനിക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ ഇന്നും എനിക്കത് ചെയ്യാൻ അറിഞ്ഞൂടെ? അറിയാം. ചെയ്തില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ മോഹനേട്ടാ, മോഹനേട്ടൻ നേരത്തെ പോണെന്ന് പറഞ്ഞ കാര്യം ഞാൻ മറന്നുപോയി. പക്ഷെ ആവശ്യക്കാരനായ മോഹനേട്ടൻ എന്നെ ഒന്ന് ഓർമ്മിച്ചൂടായിരുന്നോ? നീ ഓർത്തോളൂ, ഞാൻ ഓർത്തു. അപ്പൊ അതാണ് കാര്യം. ഞാനെല്ലാം കൃത്യമായിട്ട് ഓർത്ത് വെച്ചോളൂന്നുള്ള ഒരു വിശ്വാസം മോഹനേട്ടനുണ്ട്. ആ വിശ്വാസം എങ്ങനെ ഉണ്ടായത്? ഇത്രയും കാലം അങ്ങനെ കൃത്യമായിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചോണ്ട്. അത് സമ്മതിക്കാമോ? അതങ്ങനെ ചോദിച്ചാ എന്താണ് സമ്മതിക്കാൻ ഇത്ര പ്രയാസം? ഷർട്ട് മുണ്ട് തേച്ചിരുന്നുണ്ടോ? ഷർട്ട് മുണ്ടൊക്കെ തേച്ചു തരാം. പക്ഷേ അക്കാര്യം മറന്നുപോയത് എന്റെ തെറ്റില്ലെന്ന് മോഹനേട്ടൻ സമ്മതിച്ചതാ. നീ മറന്നുപോയായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാ? അപ്പൊ ഷർട്ട് മുണ്ട് തന്നെ അങ്ങ് തേച്ചാ മതി. നീ വെറുതെ വാശി പിടിക്കുന്ന എന്തിനാ? മണി 8:10 ഒന്ന് തേച്ചാ കൃത്യം 8:30 എനിക്കിടന്ന് പുറപ്പെടാനുള്ള. ജോസഫ് സാറിനോട് ഒരു സമയം പറഞ്ഞിട്ട് പാലിക്കാൻ പറ്റില്ലെങ്കിൽ നാണക്കേടാ. ഇനി എന്നോട് വഴക്കുണ്ടാക്കാൻ വരുമോ?
ഇനി മേല് കാര്യമില്ലാത്ത കാര്യത്തിൽ എന്നോട് മെക്കിട്ട് കയറാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഈശ്വരൻ എന്താ കണ്ടം മുട്ടിയിട്ടിരിക്കുന്നു. ഈ മോഹനട്ടിന്റെ ഒരു കാര്യം തന്നെ തേക്കാൻ ശ്രമിച്ചതാവും. പിടിച്ച് ഞാനൊരു കാര്യം പറഞ്ഞ മോഹനട്ടൻ കേക്കോ? ഒരു ഷർട്ടും മുണ്ടും തേക്ക എന്ന് പറയുന്നത് വലിയ ആനക്കാര്യമൊന്നും അല്ല മോഹനട്ടാ. മോഹനട്ടനൊന്നും മനസ്സ് വെച്ച് നിസാരമായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇങ്ങനെ എന്റെ പുറകെ നടന്ന് ഭാമേ എന്റെ ഷർട്ട് തേച്ചതാ, എന്റെ മുണ്ട് തേച്ചതാ എന്ന് പറയുന്നതിനെക്കാട്ടിലും ഭേദമല്ലേ തന്നെ ഇങ്ങ് തേക്കുന്നത്? അങ്ങനെ എല്ലാ കാര്യം ഞാൻ തനിയെ ചെയ്യാൻ തുടങ്ങിയ പിന്നെ നിനക്കൂടെ അയ്യോ, പറയുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആകെ ചെയ്യുന്ന ഈ ഒരു ജോലി മാത്രമാണെന്ന് തോന്നൂലോ. ഈ ഷർട്ട് മുണ്ട് തേച്ച് കിട്ടി കഴിയുമ്പോഴേക്കും ഭാമേ കോപ്പി എന്ന് മോഹനട്ടൻ പറയില്ലേ? അതും ഞാൻ തന്നെ ഉണ്ടാക്കണ്ടേ? എല്ലാ പെണ്ണുങ്ങളും ചെയ്യുന്നതല്ലേ? ഇത് പറഞ്ഞോണ്ട് ഇവിടെ ഇരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് പെണ്ണുങ്ങളെ മെക്കിട്ട് കയറാൻ ചെല്ലുന്ന ഭർത്താക്കന്മാരെ നക്ഷത്രം വേണ്ടി നടക്കുന്ന കാലമായത്. കെട്ടുവിന് മുഴുക സഹിക്കാതെ വരുമ്പോഴേ ഒന്നെങ്കിൽ ഭാര്യ അയാളെ കളഞ്ഞിട്ടും അല്ലെങ്കിൽ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കും. ഞാനൊരു പാവമായതുകൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല എന്നല്ലേ ഉള്ളൂ. ആ ഫോൺ അടിക്കുന്നുണ്ട്, പോയി എടുക്കുന്നില്ലേ? ഇനി അതിന് ഞാൻ തന്നെ പോണോ? ഹലോ. ആ മോഹനകൃഷ്ണനല്ലേ? അതെ, ഞാൻ ആനന്ദകുട്ടനാ, താലൂക്ക് ഓഫീസിലെ. നമസ്കാരം സാർ. ഞാൻ ആഫീസിൽ നിന്നിട്ട് സാറിനെ വിളിക്കാനിരിക്കായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഞാൻ ആലോചിച്ചു സാർ, പക്ഷേ എനിക്ക് ഇൻഷുറൻസിനെ പറ്റി വലിയ ധാരണയില്ല. സാറിന്റെ മോളോടൊന്ന് വരാൻ പറഞ്ഞാൽ നന്നായിരുന്നു. അത് പറയാനാ ഞാൻ വിളിച്ചേ. സുഹാസിനെ ഇപ്പോ മോഹനകൃഷ്ണന്റെ വീടിന്റെ അടുത്തുണ്ട്. ഒരു ക്ലയന്റിനെ കാണാൻ വേണ്ടി വന്നതാ. മോഹനകൃഷ്ണൻ വീട്ടിൽ ഉണ്ടെങ്കിൽ അവളോട് അതുവഴി വരാൻ പറയാം. ഇപ്പോഴോ? ഞാൻ ആഫീസിലേക്ക് ഇറങ്ങാൻ പോയിരുന്നു സാർ. ഇത്ര നേരത്തെയോ? പണി 8:15 ആയുള്ളൂ. കുറച്ച് നേരത്തെ കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ടാ. അങ്ങനെയാണെ വേണ്ട. സുഹാസിന് ഇനിയിപ്പോ 2 ആഴ്ച ഇവിടെ ഉണ്ടാവുമല്ലോ. ഇന്നായിരുന്നെങ്കിൽ സൗകര്യമായിരുന്നു, അതുകൊണ്ടാ. അങ്ങനെയാണെങ്കിൽ വരാൻ പറഞ്ഞോളൂ സാർ. ഞാൻ എന്റെ കാര്യം മാറ്റിച്ചോളാം. തനിക്ക് അത് ബുദ്ധിമുട്ടാവോ? സാരമില്ല. സുഹാസിനോട് ഇപ്പൊ തന്നെ വരാൻ പറഞ്ഞോളൂ. ഞാൻ 9:38 ആഫീസിലേക്ക് പോകും. ശരി ശരി. ശരി സാർ. എന്ത് ചെയ്യും? ജോസഫ് സാറിനെ പ്രതീക്ഷിച്ചിരിക്കുമല്ലോ. ഹലോ, ജോസഫ് സാറല്ലേ? ഞാൻ കെ മോഹനകൃഷ്ണ. രാവിലെ സാറിന്റെ സ്ഥലം വിളക്കാനായിട്ട് ഞാൻ വരാൻ തുടങ്ങിയായിരുന്നു. പക്ഷേ വേറെ അത്യാവശ്യം അപ്രതീക്ഷിതമായിട്ട് വന്നു. നമുക്ക് സ്ഥലവിളക്കൽ നാളത്തേക്ക് മാറ്റി വെച്ചാലോ സാർ? അതെ അതെ, സാറിന്റെ പ്രയാസം എനിക്ക് മനസ്സിലാവും. പക്ഷേ ഒഴിവാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുള്ളതുകൊണ്ടാ. നാളെ കൃത്യമായിട്ട് എത്തിക്കൊള്ളാം സാർ. ശരി. മോനോട് സ്ഥലം അടക്കാൻ പോകുന്നില്ലേ? ഇല്ല. എന്താ? വളരെ പ്രധാനപ്പെട്ട ഒരാൾ എന്നെ കാണാൻ വരുന്നു. അവൻ ഞാൻ എങ്ങനെ പോവും? ജോസഫ് സാറിനോട് നാളെ ചെല്ലാന്ന് വിളിച്ചു പറഞ്ഞു. ഇതിനാണോ എന്നെ കൊണ്ട് ശ്വാസം വിടാൻ പോലും സമ്മതിപ്പിക്കാതെ ആ ഷർട്ടും മുണ്ടും തേപ്പിച്ചു വെച്ചത്? ഷർട്ടും മുണ്ടും തേക്കാൻ ഞാൻ പറഞ്ഞു എന്നുള്ള സത്യമാ. പക്ഷേ ശ്വാസം വിടണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ആളെ കളിയാക്കാണ് മോനോട്? ഞാൻ ആരെയും കളിയാക്കിയിട്ടില്ല. ജോസഫ് സാറിന്റെ സ്ഥലം ഇളക്കാൻ ചെല്ലാമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ ചെന്നില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴും എന്ന് പറഞ്ഞല്ലേ അടുക്കളയിൽ തന്നെ പിടിച്ചുകൊണ്ടുവന്ന് ആ ഷർട്ട് മുണ്ടും തേപ്പിച്ചു വെച്ചത്? എന്നിട്ട് ജോസഫ് സാറിനെ വിളിച്ച് സ്ഥലം ഇളക്കാൻ വരില്ല എന്നും പറഞ്ഞു. ഇതെവിടെ തന്നെയാ മോനോട്ടാ? ഞാൻ ജോസഫ് സാറിനോട് ഇന്ന് സ്ഥലമളക്കാം ചെല്ലാം എന്ന് പറഞ്ഞിരുന്നു എന്നുള്ള സത്യമാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വന്നപ്പോ ഇതങ്ങ് മാറ്റിവെച്ചു. അതിനേക്കാളും പ്രധാനപ്പെട്ട എന്ത് കാര്യമാണ്? ഞാൻ പറഞ്ഞല്ലോ, വളരെ പ്രധാനപ്പെട്ട ഒരാൾ എന്നെ കാണാൻ വരുന്നു. അതുകൊണ്ട്
ജോസഫ് സാറിനോട് നാളെ ചെല്ലാം എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. ആരാണ് ഇത്ര പ്രധാനപ്പെട്ട ആള്? പ്രധാനമന്ത്രിയാണോ? അല്ല, സുഹാസിനി. സിനിമ സുഹാസിനിയാ? താലൂക്ക് ഓഫീസിലെ ആനന്ദക്കുട്ട സാറിന്റെ മകൾ സുഹാസിനി. അവരെന്തിനാ മോഹനേട്ടനെ കാണാൻ വരുന്നത്? എന്നെ കാണാൻ ആഫീസിലും ഇവിടെയുമായി ഒരുപാട് ആളുകൾ വരാറുണ്ട്. അതൊക്കെ എന്തിനാണ് ഏതിനാണെന്നൊക്കെ നിന്നോട് പറയാൻ പറ്റുമോ? ഇത് വില്ലേജ് ആഫീസ് അല്ല, വീടാണ്. ഈ വീട്ടിൽ ഒരാൾ വരുന്നുണ്ടെങ്കിൽ അതെന്തിനാണെന്ന് ഞാനും കൂടി ഒന്ന് അറിയണം. വരുന്നത് നിന്നെ കാണാനാണെങ്കിൽ അറിഞ്ഞാൽ മതിയല്ലോ. സുഹാസിനി വരുന്നത് എന്നെ കാണാനാണ്. എന്റെ കക്ഷികൾ ആരേലും എന്നെ കാണാനായിട്ട് ഇവിടെ വരുമ്പോ മോഹനേട്ടൻ എന്താ പറയാറുള്ളത്? കേസിന്റെ കാര്യം വക്കീൽ ആഫീസിലോ കോടതിയിലോ വെച്ച് പറഞ്ഞോളൂ, ഇവിടെ പറ്റില്ല എന്ന് അല്ലേ? മോഹനേട്ടന് ആഫീസുകാര് വീട്ടിലാവാം. സുഹാസിനി എന്നെ കാണാൻ വരുന്നത് ആഫീസുകാരെ സംസാരിക്കാനല്ല. ഇത് തികച്ചും വ്യക്തിപരമായ ഒരു ആവശ്യമാണ്. എന്തോ ആവശ്യം? എന്റെ തികച്ചും വ്യക്തിപരമായ ഒരു കാര്യം ഞാൻ എന്തിനാണ് ഭാമയെ നിന്നോട് പറയുന്നത്? സുഹാസിനി വരാൻ സമയമായി. ഞാൻ ഷർട്ട് മുണ്ടുവന്ന് മാറി വരാം. എന്തോ വലിയ സംഭവമാണല്ലോ. അല്ലെങ്കിൽ വലിയ ആഫീസർ ഇമാതിരി മസിൽ കൊടുത്തും കാണിക്കൂല. വക്കീലേ, നമസ്കാരം വക്കീലേ. നമസ്കാരം. പിന്നെ ആ ലീലാമ്മയുടെ കേസിനെ പറ്റി സംസാരിക്കാൻ വക്കീൽ ഓഫീസിലോട്ട് വരണമെന്ന് പറഞ്ഞല്ലോ. ഇന്ന് ഉച്ചയ്ക്ക് വരട്ടോ എന്ന് ലീലാമ്മ എന്റെ അടുത്ത് ചോദിച്ചു. അവർക്ക് ഇന്ന് ലീവ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇന്ന് നടക്കും തോന്നല്ലോ ഉത്തമ. അയ്യോ, ഇന്ന് എനിക്ക് ഭയങ്കര തിരക്കാ. രാവിലെ 9:30 എനിക്ക് ഇവിടുന്ന് ഇറങ്ങണം. സദാൻ സാർ ഏൽപ്പിച്ച ഒരു കേസിന്റെ വിസ്താരം നാളെ തുടങ്ങാനിരിക്കുക. അതിന് ജോലികൾ ഒരുപാട് കിടക്കുക. അതിനിടയിൽ ലീലാമ്മ വന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ഒരു കാര്യം ചെയ്യും, ഇന്ന് വൈകിട്ട് ഒരു 5:30 ആകുമ്പോഴേക്കും ലീലാമ്മയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി. കേസിന്റെ കാര്യം ഇവിടെ വെച്ച് സംസാരിക്കാലോ. അയ്യോ, അത് ശരിയാവൂല. ഇങ്ങോട്ട് വന്ന മോനേട് സാറിന് അത് ഇഷ്ടപ്പെടുവോ? സംഗതി പ്രശ്നമാവൂലേ? സാറിനെ കാണാൻ ആളുകൾക്ക് ഇവിടെ വരാമെങ്കിൽ എന്നെ കാണാൻ ആളുകൾക്ക് വരാമല്ലോ. രാവിലെ ജോസഫ് സാറിന്റെ സ്ഥലം ഇളക്കാൻ പോകാനിരുന്ന മോഹനേട്ടൻ ആ പരിപാടി വേണ്ടെന്ന് വെച്ചു. മോഹനേട്ടനെ കാണാൻ ആരും ഇങ്ങോട്ട് വരുന്നു എന്ന്. അതാരാണ് വക്കീലേ? അതല്ലേ സംഭവം. വരുന്നത് ഒരു പെണ്ണ. ആഫീസ് കാര്യത്തിനല്ല, എന്തോ വ്യക്തിപരമായ കാര്യത്തിനാണ് എന്നാണ് മോഹനേട്ടൻ പറഞ്ഞത്. ഇപ്പോഴത്തെ കാലമല്ലേ ഉത്തമ. പെണ്ണ് കാണാൻ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്ന രീതി മാറ്റി ആണ് കാണാൻ ആണുങ്ങളുടെ വീട്ടിലേക്ക് പെണ്ണുങ്ങൾ പോകുന്ന കാലമാണ്. ഇനി ഈ സുഹാസിനി മോഹനേട്ടനെ ചെറുക്ക് കാണാൻ വന്നാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടല്ലോ. എന്തായാലും സാറിന്റെ വ്യക്തിപരമായ ആവശ്യത്തിന് കാണാൻ ഒരു പെണ്ണിവിടെ വരുന്നു, ഞാൻ വിശ്വസിക്കൂല. സത്യമാണെന്ന്. എന്തായാലും വരുന്നയാള് ചില്ലറക്കാരിയല്ല. ജോസഫ് സാറിന്റെ സ്ഥലം ഇളക്കാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാതെ ആ പെണ്ണിനെ കാത്ത് സാറ് ഇവിടെ ഇരിക്കണമെങ്കിലേ വരുന്ന ഏതോ സിംഹം തന്നെയാണേ. നമസ്കാരമുണ്ട് സാർ. നമസ്കാരം. സാറ് ഏതോ പെണ്ണിനെ കാത്തിരിക്കുകയാണെന്ന് വക്കീല് പറഞ്ഞപ്പോ ഈ വരുന്നത് ആരായിരിക്കും എന്ന് ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. വരുന്നത് താലൂക്ക് ഓഫീസിലെ ആനന്ദക്കുട്ട സാറിന്റെ മകൾ സുഹാസിനിയാണ് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ. ഉത്തമൻ സുഹാസിനെ കണ്ടിട്ടുണ്ടോ? ടൗണിലെ LIC ഓഫീസിലാണ് ജോലി. ആള് ഭയങ്കര സമർത്ഥയാണ്. MA എക്കണോമിക്സിൽ 1ാം ക്ലാസ് ബിരുദം. അത് മാത്രമല്ല, മറ്റു ചില പെണ്ണുങ്ങളെ പോലെ അനാവശ്യമായ വർത്താനം പറയലും വഴക്കുണ്ടാക്കലും ഒന്നുമില്ല. നല്ല അന്തസ്സായി പെരുമാറാറിയാം. മാന്യമായ സംസാരം, ഒട്ടും അഹങ്കാരമില്ലാത്ത പെരുമാറ്റം. പെൺകുട്ടികളായാൽ അങ്ങനെയാണ് വേണ്ടത്. അല്ല, സുഹാസിനിയുടെ സ്വഭാവം അങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആനന്ദക്കുട്ട സാറിനെ പോലെ നാട്ടുകാർ ബഹുമാനിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ മകളാണല്ലോ സുഹാസിനി. ദേശകണക്കാരനെ വളർന്നല്ലോ അല്ലേ? സത്യം പറഞ്ഞാൽ സുഹാസിനിയെ പോലെ അടക്കവും ഒതുക്കവുമുള്ളൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുന്നയാൾ ഭാഗ്യം ചെയ്തയാളാണ്. രാവിലെ എഴുന്നേക്കുമ്പോ മുതൽ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയ കുറയ്ക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ ജീവിതം തെളിഞ്ഞു പോയില്ലേ ഉത്തമ? ഉത്തമ, ലീലാമ്മയോട് 5:30 ആകുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് വരാൻ പറ. എനിക്ക് അടുക്കള ജോലിയെല്ലാം തീർത്ത് 9:00 ഇറങ്ങാനുള്ളതാ. സാറ് വക്കീലിനൊന്ന് കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ വക്കീല് ചാടിത്തുള്ളിയാണ് പോയിരിക്കുന്നത്. നല്ല ദേഷ്യമുണ്ട്. എനിക്കത് പ്രശ്നമല്ല.
രാവിലെ എന്റെ ഷർട്ടും മുണ്ടും തേച്ചു തരില്ല എന്ന് പറഞ്ഞ് അവൾ എന്നെ കൊറേ വട്ടം കറക്കി. എന്റെ ഗതികേട് കൊണ്ട് ഒരല്പം അവളുടെ മുമ്പ് നോക്കി. ആ വാശി ചെറുതായിട്ടും തീർത്താണ് ഉത്തോനിപ്പ കണ്ടത്. ഓ അല്ല സാറേ, ഈ സുഹാസിനി എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്? ഒരു ഇൻഷുറൻസ് പോളിസിയെ പറ്റി സംസാരിക്കാൻ എനിക്ക് അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ആനന്ദക്കുണ്ട് സാറ് പറഞ്ഞൊരു കാര്യമാവുമ്പോ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? ഈ ആനന്ദക്കുണ്ട് സാറിന് കളക്ടറേറ്റിലൊക്കെ നല്ല പിടിയാ. അങ്ങനെയുള്ളവരെ വെറുതെ പിണക്കുന്നത് ശരിയാണോ? ഏയ് ശരിയല്ല ശരിയല്ല ശരിയല്ല. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ സാറേ? ശരി. ഞാൻ വെറുതെ നിന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല. ഞാൻ സുഹാസിനെ പറ്റി പറഞ്ഞതൊക്കെ സത്യമാണ്. ആരോടാണ് മോഹനേട്ടൻ ഈ വേഷം കെട്ടിലിറക്കുന്നത്? മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സ്വന്തം ഭാര്യയെ കളിയാക്കുന്ന ഒരു മര്യാദയില്ലാത്തൊരു സ്വഭാവം മോഹനേട്ടൻ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് പണ്ടേ അറിയാവുന്നതാണ്. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഒരു ചുക്കും വരാനില്ല. ഞാൻ പറഞ്ഞല്ലോ, സുഹാസിനെ പറ്റി ഞാൻ പറഞ്ഞതൊന്നും കള്ളമല്ല. നല്ല അടക്കവും ഒതുക്കവും ഉള്ള പെൺകുട്ടി, നല്ല വിദ്യാഭ്യാസം, അന്തസ്സുള്ള ജോലി. ഞാന് ഒരു പ്രാവശ്യം മാത്രമേ ആ കുട്ടി കണ്ടുള്ളൂ. പക്ഷേ അന്നേ എനിക്ക് മനസ്സിലായി അവൾ നല്ലൊരു കുട്ടിയാണ്. എന്തായാലും മോഹനേട്ടനെ സമ്മതിക്കണം. ഒരാളെ ഒരു പ്രാവശ്യം കാണുമ്പോഴേക്കും അയാളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഭയങ്കരം തന്നെയാപ്പാ. അയ്യോ, നിന്റെ കാര്യത്തിൽ മാത്രമാണ് എനിക്കൊരു ചെറിയ തെറ്റ് പറ്റിയത്. ഒരു പ്രാവശ്യം കണ്ടപ്പോ തന്നെ നീ ഒരു മര്യാദക്കാരിയാണെന്ന് ഞാൻ അങ്ങ് തെറ്റിദ്ധരിച്ചു. അന്ന് ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കണ്ടായിരുന്നു. അത് മോഹനേട്ടന്റെ കുറ്റമല്ല മോഹനേട്ടാ. മോഹനേട്ടൻ സത്യത്തില് അന്ന് എന്നെ അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ലല്ലോ. ഞാൻ കൊണ്ടുവന്ന് വെച്ച ഉപ്പേരി ഉണ്ണിയപ്പം കണ്ടതോടെ പെണ്ണ് കാണാൻ വന്നതാണെന്നുള്ള കാര്യം മോഹനേട്ടൻ അങ്ങ് മറന്നുപോയല്ലോ. 1 കിലോ ഉപ്പേരിയും 12 ഉണ്ണിയപ്പാണ് ഒറ്റ ഇരിപ്പിനങ്ങ് വിഴുങ്ങിക്കളഞ്ഞത്. മോഹനേട്ടൻ ആക്രാന്ന് കണ്ടിട്ട് ചെറിയ എന്നോട് പറഞ്ഞതാ, മോളെ ഭാമേ, ഈ കല്യാണം നമുക്ക് വേണ്ട. അവന് വയറ് നിറച്ച് വല്ലതും കഴിക്കാനുണ്ടാക്കി കൊടുക്കുന്നതിനെക്കാട്ടിൽ എളുപ്പം ഒരു ഹോട്ടൽ ഉണ്ടാക്കുന്ന നല്ലതെന്ന്. ഞാനപ്പോ അത് കേട്ടില്ല. ഓ, കാഴ്ചയെ സുന്ദരൻ, നല്ലൊരു ഉദ്യോഗമുണ്ട്, അതുകൊണ്ട് ഇത് മതി എന്ന് വെച്ചു. ആ ചെറിയച്ചൻ പറഞ്ഞത് കേൾക്കാത്തനുള്ള ശിക്ഷയാണ് 4-5 കൊല്ലമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ കല്യാണം കഴിച്ചത് കൊണ്ട് നിനക്ക് വളരെയധികം അന്തസ്സുള്ള ഒരു ഭർത്താവിനെ കിട്ടിയ അല്ലേ? കാണായിരുന്നു. എന്ത് കാണാൻ? വീട്ടിൽ വരുന്നവരുടെ മുന്നിൽ വെച്ച് ഭാര്യയെ കളയാക്കുന്ന ഭർത്താവിന് അന്തസ്സുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ വിവരമുള്ളവർ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. പിന്നെ ഒരു കാര്യം, ആ പെണ്ണ് വരുമ്പോ വെറുതെ ഭാമേ ഭാമേ എന്ന് വിളിക്കരുത്. ഞാൻ ആ ഭാഗത്തേക്ക് പോലും വരില്ല. ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ മോഹനേട്ടനെ തോന്നും അവളുടെ മുന്നിൽ വെച്ചും എന്നെ ഒന്ന് കളിയാക്കണമെന്ന്. അറിഞ്ഞോണ്ടൊരു അബദ്ധത്തിൽ വന്ന് ചാടുന്ന കാര്യം എനിക്കില്ലല്ലോ. അപ്പോ ആ കുട്ടിക്ക് ഒരു ചായ കൊടുക്കുന്നതാരാ? ചായോ? എന്തിന്? വീട്ടിൽ ഒരു അതിഥി വരുമ്പോ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കേണ്ട ഉത്തരവാദിത്തം വീട്ടിലുള്ള പെണ്ണുങ്ങൾക്കുള്ളല്ലേ? വീട്ടിലുള്ള പെണ്ണുങ്ങളോട് മര്യാദ കാണിക്കാത്ത ഭർത്താക്കന്മാരെ കാണാൻ വരുന്നവർക്ക് ചായ പോയിട്ട് പച്ചവെള്ളം പോലും കൊടുക്കണ മര്യാദ ഭാര്യയ്ക്കുമില്ല. ആ പെണ്ണ് വരുന്ന എന്തിനാന്ന് ചോദിച്ചിട്ട് അതിന് പോലും മോനിട്ട് മറുപടി ഉണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ട് ഇപ്പൊ ഞാൻ അവൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണം പോലും. ഞാൻ കൊടുത്തിരുന്ന അവള് ചായ കുടിച്ചത് തന്നെ. ഭാമേ, ഒരു വീടാകുമ്പോ ഭാര്യയും ഭർത്താവും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കും. അത് ഭാര്യയും ഭർത്താവും തമ്മിൽ തീർക്കണം, അല്ലാതെ പുറത്തുനിന്ന് ഒരാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയല്ല. ഞാനും ഒരു ഭീഷണിപ്പെടുത്തലിനും വരുന്നില്ല. സുഹാസിന് വരുമ്പോ ചായ കൊടുക്കില്ല എന്ന് പറഞ്ഞ് എങ്ങനെയാ മോഹനേട്ട ഭീഷണിയാവുന്നത്? വീട്ടിൽ ഒരാൾ വരുമ്പോൾ ഒരു ചായ പോലും കൊടുക്കാതിരിക്കുന്നത് മര്യാദകേടാ. സുഹാസിന് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോ ആനന്ദക്കുണ്ട് സാറിന്റെ പറയില്ലേ? അപ്പൊ ആനന്ദക്കുണ്ട് സാർ എന്ത് കരുതും? എന്ത് കരുതിയാലും മോഹനേട്ടൻ എന്താണ് മോനേട്ടാ? മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഭാര്യ അപമാനിക്കാൻ നടക്കുന്ന ഒരു ഭർത്താവിന് ഭാര്യയെ പറ്റി എന്ത് വേണമെങ്കിലും പറഞ്ഞൂടെ? ആനന്ദക്കുട്ട സാർ ചോദിക്കുമ്പോ ഞാൻ ഒരു ഭയങ്കര അഹങ്കാരിയും ഭർത്താവിനെ വിലവെക്കാത്തോളാണെന്ന് അങ്ങ് പറഞ്ഞേക്കുക. അപ്പൊ തീർന്നല്ലോ പ്രശ്നം. പ്രശ്നം തീർന്നില്ലല്ലോ. ഞാൻ ചായയുമായി സുഹാസിനിയുടെ മുന്നിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ കിട്ടുന്ന അവസരം ഉപയോഗിച്ച് മോഹനേട്ടൻ എന്നെ വീണ്ടും കളിയാക്കാൻ നീ
എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയില്ല എന്നോ എനിക്ക് അടക്കോ ഒതുക്കോ ഇല്ല എന്നൊക്കെ ആയിരിക്കും മോഹനേട്ടൻ പറയാൻ പോകുന്നത്. അത് അറിഞ്ഞോണ്ട് ഞാൻ എന്തിനാണ് അങ്ങോട്ടേക്ക് വരുന്നത്? ഞാൻ വരാനേ പോകുന്നില്ല. പക്ഷേ ആനന്ദക്കുട്ട സാറ് അതെല്ലാം മോഹനേട്ടന്റെ തലവേദനയാണ്. ഇനി എനിക്ക് അമ്പിളി അമ്മാവനെ പിടിച്ചേരാന്ന് പറഞ്ഞാലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാനില്ല മോഹനേട്ടാ. സുഹാസിന് വരുമ്പോ ഞാൻ തിരിഞ്ഞു നോക്കാനേ പോകുന്നില്ല. ഉറപ്പാണോ? അതിലൊരു സംശയം വേണ്ട. ഇത് ഭീരുത്വമാണ്. ആരെങ്കിലും വരുമ്പോ ഞാൻ ഒന്നോ രണ്ടോ വാചകം പറഞ്ഞിരിക്കും. അതിന് പറ്റിയ വാചകം തിരിച്ചു പറയാൻ നിനക്ക് കഴിവില്ല. എന്നെ പോലെ ബുദ്ധിയുള്ള നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ഒരാൾ സംസാരിക്കുമ്പോ തിരിച്ചും അങ്ങനെ സംസാരിച്ച് ജയിക്കാൻ ശ്രമിക്കണം. നീ വലിയ വൈകലാണെന്നല്ലോ പറയുന്നത്. സ്വന്തം ഭർത്താവിനോട് നന്നായി സംസാരിക്കാൻ അറിയാത്ത നീ എങ്ങനെയാണ് കോടതിയിൽ കേസ് വാദിച്ച് ജയിക്കുന്നത്? ഞാൻ വെല്ലുവിളിക്കാം. നമുക്ക് സംസാരിച്ചു നോക്കാം. സുഹാസിന് വരുമ്പോ ഞാൻ കാര്യങ്ങളൊക്കെ സുഹാസിനോട് സംസാരിച്ചോളാം. നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നീയും പറഞ്ഞു. ആരാ ജയിക്കുന്ന നോക്കാലോ. അല്ലാതെ ചായ കൊടുക്കാതെ തോൽപ്പിക്കാൻ നോക്കുന്നത് ശരിയല്ല, മര്യാദയല്ല. മോഹനേട്ടനെ പോലെ സംസാരിക്കാനുള്ള കഴിവ് എനിക്കില്ല മോഹനേട്ട. അത് ഞാൻ സമ്മതിക്കുന്നു. പോരെ. ഇനി ഇപ്പൊ ഇവിടെ നിന്ന് മോഹനേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സുഹാസിനിക്ക് ചായ കൊടുക്കുന്നു മോഹനേട്ട കരുതുകയോ വേണ്ട. അത്രയും നാണക്കെടെങ്കിലും മോഹനേട്ടൻ ഉണ്ടാക്കിയില്ലെങ്കിലേ ഞാനങ്ങ് തീരെ ചെറുതായി പോവില്ല മോഹനേട്ടാ. ശരി, നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. വീട്ടിൽ വരുന്ന ഒരാൾക്ക് ചായ കൊടുക്കാൻ പോലും മര്യാദ കാണിക്കാത്ത ഒരു ഭാര്യയാണ് എനിക്കുള്ളതെന്ന് ഞാൻ സുഹാസിനിയോടും ആനന്ദക്കുട്ട സാറിനോടും പറഞ്ഞോളാം. പക്ഷേ ഭാമേ, ഇനി മേലിൽ നിന്റെ ബന്ധുക്കളോ പരിചയക്കാരോ ഇവിടെ കയറി വന്നാൽ ഞാൻ വളരെ വളരെ മോശമായിട്ട് പെരുമാറും. ഒരാളോട് സംസാരിക്കില്ല. ഈ വീട്ടിൽ നിന്ന് ഒരു വക കൊടുക്കാൻ സമ്മതിക്കില്ല. സുഹാസിനി, നീ എന്ത് തീരുമാനിച്ചോ? ചായ കൊടുക്കോ ഇല്ലേ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ശരി, എങ്കിൽ പിന്നെ ഈ കളിയിൽ ആരാ ജയിക്കുന്നത് നമുക്ക് നോക്കാം. എന്റെ ആരെങ്കിലും ഇവിടെ കയറി വരട്ടെ. ആഹാ, നമസ്കാരം സാർ. നമസ്കാരം. സുഹാസിനി കൃത്യസമയത്തിന് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 8:31. ഞാൻ 9:38 ആഫീസിലേക്ക് പുറപ്പെടുന്നത്. ഇങ്ങനെ മിനിറ്റ് വെച്ച് സമയം പാലിക്കാൻ എളുപ്പമാണോ സാർ? മിനിറ്റ് വെച്ചല്ല, സെക്കൻഡ് വെച്ച് സമയം പാലിക്കണമെന്നാണ് എന്റെ പക്ഷം. ഉത്തരവാദിത്തമുള്ള ജോലികൾ കൃത്യമായി ചെയ്യണമെങ്കിൽ കൃത്യനിഷ്ഠ വളരെയധികം നിർബന്ധമാണ്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് സാറിന്റെ കൃത്യനിഷ്ഠയെ പറ്റി. സുഹാസിനി വരൂ. സത്യം പറഞ്ഞ ഈ ഇൻഷുറൻസിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ ആനന്ദക്കുട്ട സാർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ സമ്മതിച്ചത്. ആനന്ദക്കുട്ട സാറിനെ എനിക്ക് വലിയ ബഹുമാനമാണല്ലോ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അച്ഛന് സാറിനെ പറ്റി വലിയ അഭിപ്രായമാണ്. ഞാൻ രാവിലെ മറ്റൊരിടത്ത് പോകാനിരുന്നായിരുന്നു. സുഹാസിനി വരും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അത് മാറ്റിവെച്ചത്. ഓ, ഞാൻ വന്നത് ഒരു ബുദ്ധിമുട്ടായോ? ഒരിക്കലുമില്ല. ആനന്ദക്കുട്ട സാറിന്റെ മകൾ എന്നെ കാണാൻ വരുമ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചല്ലേ പറ്റൂ. ഇല്ലെങ്കിൽ ആനന്ദക്കുട്ട സാർ എന്ത് കരുതും? സാർ ഇങ്ങനെ പറഞ്ഞത് ഞാൻ അച്ഛനോട് പറയും. സാറിന്റെ ഭാര്യ ഇവിടെ ഇല്ലേ? രാമ ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ അടുക്കള എന്തോ തിരക്കില്ല. പിന്നെ അവള് ഒരു പ്രത്യേക തരക്കാരിയാ. ഈ ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്നത് ഇഷ്ടമല്ല. സത്യം പറഞ്ഞ ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞ് വരുന്നവരെ പോലും അവൾക്ക് ഇഷ്ടമല്ല. അല്ല, പുള്ളിക്കാരി കൂടി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞുതരാൻ എളുപ്പമായിരുന്നു. അതെ, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ അവള് വരില്ല. സുഹാസിനി വരുന്ന കാര്യം പറഞ്ഞപ്പോഴേ അവള് പറയുക ഞാൻ സംസാരിക്കാൻ വരില്ല എന്ന്. അവളൊരു വക്കീലല്ലേ. വക്കീലന്മാർ പൊതുവെ അങ്ങനെയാണല്ലോ. അവർക്ക് ഒരു കാര്യം അങ്ങനെ ഇഷ്ടപ്പെടില്ല. ശരി, സുഹാസിനി വന്ന കാര്യം പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. ഞാൻ വന്നത് ലൈഫ് ഇൻഷുറൻസിന്റെ കാര്യം പറയാനാ. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ സാറിന് അറിയാലോ. എനിക്കറിയാം. നമസ്കാരം മാം. നമസ്കാരം. ഈ പോളിസി എടുക്കുന്നയാള് മരിച്ചു പോകുമ്പോ അനന്തരാവകാശിക്ക് കാശ് കിട്ടുന്ന പരിപാടിയല്ലേ സുഹാസിന് ഉദ്ദേശിക്കുന്നത്? അതെ മാം.
അത് വളരെ നല്ലതാ. മോഹനേട്ടനെ കൊണ്ട് ഇങ്ങനൊരു പോളിസി എടുപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വന്നത് നന്നായി. വളരെ നന്നായി. ചായ കുടിക്കും. അയ്യോ, ചായ വേണ്ടായിരുന്നു. ഞാനങ്ങനെ അധികം ചായ കുടിക്കാറില്ല. ഇത് അധികം ചായ ഒന്നുമില്ല, ഒരു ചായയേ ഉള്ളൂ. എന്തായാലും ആദ്യമായിട്ട് വീട്ടിൽ വരുന്നിട്ട് ഒരു ചായ കുടിക്കാതെ എങ്ങനെയാ? സുഹാസിനിക്ക് ചായ തന്നില്ലെങ്കിലേ അതിന്റെ പേരിൽ മോഹനേട്ടനെ വഴക്കുറയും. താങ്ക്സ്. അപ്പൊ ശരി, നിങ്ങൾ സംസാരിക്കൂ. പിന്നെ പോളിസി എടുക്കുമ്പോ കുറച്ച് കൂടിയിരുന്നോട്ടെ. എപ്പോഴാ ഒരാവശ്യം വരുന്നത് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് കുറച്ചുകൂടെ ജോലിയുണ്ട്, അത് തീർത്തിട്ട് ഞാനോട് വന്ന് കുടിക്കോളാം. ഓ ശരി. അപ്പോ നമുക്ക് നോക്കാം സാർ. നോക്കാം. അതിനുമുമ്പ് ഒരു ചെറിയ കാര്യമുണ്ട്. ഞാനിപ്പോ വരാം. സുഹാസിന് ചായ കുടിച്ചോളൂ, ഞാനിപ്പോ വരാം. നിനക്കെന്നെ പേടിയുണ്ട്? പേടിയോ? എന്താ സംശയം? സുഹാസിനിക്ക് ചായയല്ല ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും കൊടുക്കില്ല എന്ന് മുദ്രാവാക്യം വിളിച്ച നീ, ഞാനൊന്ന് പറയാൻ പോലും കാത്തു നിൽക്കാതെ നീ ചായ കൊണ്ടുവന്നില്ലേ? അതുകൊണ്ട് സുഹാസിനിക്ക് ഒരു ചായ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞപ്പോ നീ പറഞ്ഞു കൊടുക്കില്ല എന്ന്. പക്ഷേ പറഞ്ഞ വാക്ക് നിനക്ക് മിഴങ്ങേണ്ടി വന്ന എന്തുകൊണ്ടാ? എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞത് കേട്ട് നീ പേടിച്ചു. സുഹാസിനിക്ക് ചായ കൊടുത്തില്ലെങ്കിൽ ഇനി ഈ ജന്മത്ത് നിന്നെ കാണാൻ നിന്റെ പരിചയക്കാരോ ബന്ധുക്കളോ വരുമ്പോൾ ഞാൻ അവരോട് മിണ്ടുക പോലുമില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ പേരിലാണല്ലോ നീ പേടിച്ചു പോയത്. അല്ല മോഹനേട്ടാ, സത്യമായിട്ടും അല്ല. അതെ ബാമേ, സത്യമായിട്ടും അതെ. മോഹനേട്ടാ, ഞാനേ കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട് ആലോചിച്ചു. നേരത്തെ ഉത്തമം വന്നപ്പോ മോഹനേട്ടൻ ഉത്തമന്റെ മുന്നിൽ വെച്ച് എന്നെ കളിയാക്കി. അതെ. എനിക്കെന്തെങ്കിലും തിരിച്ചു ചെയ്യാൻ പറ്റുമോ? അതെ, ഇല്ല. അത് കഴിഞ്ഞ് സുഹാസിനിയുടെ കാര്യം പറഞ്ഞ് മോഹനേട്ടൻ എന്നെ ഭീഷണിപ്പെടുത്തി. അത് മാത്രമല്ല, സുഹാസിനിയുടെ മുന്നിൽ വെച്ച് മോഹനേട്ടൻ എന്നെ വീണ്ടും കളിയാക്കുകയും ചെയ്തു. അത് ശരിയല്ലേ? ഞാൻ ചില സത്യങ്ങൾ പറഞ്ഞു, അത് കളിയാക്കുന്നതായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടാവാം. അതങ്ങനെ ആയിക്കോട്ടെ. ഇതിന്റെയൊക്കെ പേരില് ഞാൻ സുഹാസിനിക്ക് ഒരു ചായ കൊടുക്കാതിരുന്നാൽ എന്താണ് സംഭവിക്കുക? എന്നെ കളിയാക്കിയതിന് ഒരു പരിഹാരം ആവുകയുമില്ല. ചായ കൊടുക്കാത്തതിന്റെ പേരിൽ മോഹനേട്ടൻ വീണ്ടും എന്നെ പറ്റി എന്തെങ്കിലും പറയുകയും ചെയ്യും. അതൊക്കെ കേട്ട് സുഹാസിനി സുഖമായിട്ട് അങ്ങ് പോവും. മോഹനേട്ടൻ ജയിക്കുകയും ചെയ്യും. ഇപ്പോഴും ഞാനാണല്ലോ ജയിച്ചത്. അത് മോഹനേട്ടന് തോന്നുന്നല്ലേ? സുഹാസിനോടൊന്ന് ചോദിച്ചു നോക്കിയാൽ സത്യം പറയാം. ആ ചായ അവളിപ്പോ കുടിച്ചു കാണില്ലേ? എന്തായാലും ഞാൻ സ്നേഹപൂർവ്വം കൊടുത്ത ആ ചായ അവൾ ഒരിക്കലും മറക്കില്ല. അതുകൊണ്ട് തന്നെ മോഹനേട്ടനെയും മറക്കില്ല. താലൂക്ക് ഓഫീസിലെ ആനന്ദക്കുട്ടൻ സാറിനും ഇനി മോഹനേട്ടനെ വലിയ ബഹുമാനമായിരിക്കും. ഈശ്വര, വിമ്മു വിമ്മു. അയ്യോ, ഇതെന്താ ആദ്യം ചായ കുടിക്കണേ കൊച്ച്? അയ്യോ, ഇങ്ങനെ മൊത്തം കുടിക്കല്ലേ. ഇതാ കുടിക്കുന്നു. ഇതെന്താ ഇങ്ങനെ ചായ കുടിക്കുന്നത്? എനിക്ക് ഒരു പ്രശ്നമുണ്ട്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാണ്ട്. ഇതൊക്കെ പിന്നെ കുടിക്കാം. സുഹാസിനി പൊയ്ക്കോളൂ തൽക്കാലം. അതെന്താ സാർ? പറഞ്ഞിരിക്കാൻ സമയമില്ല. സുഹാസിനി പൊയ്ക്കോളൂ പൊയ്ക്കോളൂ പൊയ്ക്കോളൂ. അത് സാർ ഞാൻ ഒന്നും പറയണ്ട. ഇനി ഒരു മിനിറ്റ് പോലും വൈകാൻ ശരിയാവില്ല. അത് മുഴുവൻ തീർത്തല്ലേ. നമുക്ക് പിന്നെ സംസാരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ. ഇനി എന്നാ സാർ ഞാൻ വരേണ്ടത്? നാളെ വരട്ടെ. നാളെയോ?
നാളെ വരാനൊക്കെ പറ്റുമോ? ഇറങ്ങോ ഇറങ്ങി വിളിയത്. വേഗം വേഗം. വേഗം പോ, വേഗം പോ, വേഗം. ഈശ്വര, അത് മുഴുവൻ കുടിച്ചു തീർത്ത്. ഇറങ്ങിക്കോ, പോയിക്കോ. ഞാൻ ഉച്ച കഴിഞ്ഞ് വില്ലേജ് ഓഫീസിലേക്ക് വന്നാലോ സാർ? ഇന്ന് ഉച്ചയ്ക്കോ? അതൊരിക്കലും നടക്കും തോന്നില്ല. നമുക്ക് അതൊക്കെ പിന്നെ സംസാരിക്കാം. സുഹാസിനി ഒന്ന് വണ്ടി ഇവിടെ. സ്കൂട്ടറാ താഴെയുണ്ട്. പൊയ്ക്കോ. പിന്നെ ഒരു കാര്യം, പോകുന്ന വഴി വേറെ ഒന്നും ഇറങ്ങാൻ നോക്കരുത്. ഇറങ്ങാൻ പറ്റില്ല. നേരെ വീട്ടിൽ പോയിക്കണം. അതെന്താ സാർ? അതെന്താന്നൊക്കെ വഴിയെ മനസ്സിലായിക്കോളും. സുഹാസിനിക്ക് വേറെ കുഴപ്പമൊന്നും പ്രശ്നമൊന്നും തോന്നില്ലല്ലോ? എന്ത് പ്രശ്നം? ഒന്നും ഉണ്ടാവില്ല. സുഹാസിനി വേറെ സ്ഥലമുണ്ട്. പിന്നെ ഒരു ആനന്ദ് കൊണ്ട് സാർ എന്തെങ്കിലും ചോദിച്ചാ ഇന്നിവിടെ വന്നിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ മതി. ഇത് വന്നിട്ടാണ് ഇവിടെ ഉണ്ടായെന്ന് പറഞ്ഞാൽ പിന്നെ മോശമായി. എങ്ങനെയൊക്കെ ഉണ്ടായെന്നാ? അല്ല ഈ ഇൻഷുറൻസിന്റെ കാര്യം സംസാരിക്കാൻ പറ്റിയില്ലല്ലോ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. പൊയ്ക്കോ. ഓടിപ്പോവോ ചായ. കഷ്ടമായി പോയി. അയ്യോ, എന്താ നിന്റെ ഉദ്ദേശം? എന്ത്? വീട്ടിൽ വരുന്ന ഒരു അതിഥിയോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? എങ്ങനെ? എന്ത് വൃത്തിയാണ് നീ കാണിച്ചത്? ഞാനെന്താ ചെയ്തത്? വീട്ടിൽ വന്ന അതിഥിയോട് മാന്യമായിട്ട് സംസാരിച്ചു. പോരാത്തതിന് ഒരു ഗംഭീര ചായയും കൊടുത്തു. സുഹാസിനിക്ക് വല്ലതും പറ്റി എന്താവും അവസ്ഥ? സുഹാസിനിക്ക് എന്ത് പറ്റാൻ? ഞാനുണ്ടാക്കിയ ചായ കുടിച്ചിട്ട് വല്ലതും പറ്റാനാണെങ്കിൽ മോഹനേട്ടൻ എന്തായാലും പറ്റിയനെ. എനിക്ക് തരുന്ന പോലത്തെ ചായ അല്ലല്ലോ നീ സുഹാസിനിക്ക് കൊടുത്തത്. പിന്നെങ്ങനത്തെ ചായ? നീ ആ ചായയിൽ വിമ്മിട്ടു. വിമ്മ? ഞാനോ? പിന്നെ അടുക്കളയിൽ ചായ ഞാൻ മണത്ത് നോക്കി. അപ്പൊ അതായിരുന്നു പ്രശ്നം. അടുക്കളയിലിരുന്ന ചായ അല്ലല്ലോ ഞാൻ സുഹാസിനിക്ക് കൊടുത്തത്. സുഹാസിനിക്ക് കൊടുത്തതിന്റെ ബാക്കി വന്ന ചായയിൽ ഞാൻ കുറച്ച് വിമ്മിട്ടു എന്നുള്ളത് നേരാ. മോഹനേട്ടനെ പോലെ സംസാരിക്കാൻ എനിക്കറിയില്ല. സംസാരിച്ച് തോൽപ്പിക്കാൻ കഴിവില്ലാത്ത ഒരു വിഡ്ഢി ആയതുകൊണ്ടാണ് ഞാൻ പ്രവൃത്തിയിൽ വാശി കൊണ്ടിരുന്നത് എന്നല്ലേ മോഹനേട്ടൻ എന്നോട് പറഞ്ഞത്? സംസാരിച്ച് തന്നെയാണ് ഞാൻ മോഹനേട്ടനെ പറ്റിച്ചത്. ചായയിൽ വിമ്മിട്ട് കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞിട്ടേയില്ല. പക്ഷെ ആ ചായ അവൾ ഒരിക്കലും മറക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. ആ ഡയലോഗിൽ മോഹനേട്ടൻ വീണു. ആ ചായക്ക് ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ തന്നെ മോഹനേട്ടൻ എന്താണ് കരുതിയിരിക്കുന്നത്? വീട്ടിൽ കയറി വരുന്ന ഒരാൾക്ക് വിമ്മിട്ട് ചായ കൊടുക്കാൻ എനിക്ക് എന്താ തലയ്ക്ക് വരെ സുഖമുണ്ടോ? വർത്തമാനം പറഞ്ഞ് എപ്പോഴും ജയിക്കുന്ന മോഹനേട്ടന്റെ സ്വഭാവം ഒന്ന് മാറ്റാൻ പറ്റുമെന്ന് നോക്കാൻ വെറുതെ 2 വർത്താനം ഞാൻ പറഞ്ഞതാ. എങ്ങനെയുണ്ടായിരുന്നു? കുറച്ചുകൂടി പോയി. പിന്നെന്താ? നിന്റെ അഹങ്കാരം. അങ്ങനെ പറയല്ലേ സാറേ, ഞാനൊരു പാവല്ലേ. എന്തൊക്കെയായാലും മോഹനകൃഷ്ണൻ ഭയപ്പെട്ടതുപോലൊരു കടുങ്കൈ വക്കീൽ ചെയ്യുമെന്ന് കരുതേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ സംഭവിച്ചു പോയി. സാഹചര്യങ്ങൾ വില്ലേജ് ഓഫീസറെ തെറ്റിദ്ധരിപ്പിച്ചു കളഞ്ഞു. എന്തായാലും തട്ടുകേട് പറ്റാതെ ഈ പ്രശ്നവും ഒഴിഞ്ഞു.